നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ്. അതായത് ലൈസൻസ് കയ്യിൽ ഉണ്ടായിട്ട് വാഹനം ഓടിക്കാതിരിക്കുന്ന, പ്രായമാണെന്ന് പറഞ്ഞ് നമ്മളെ മടുപ്പിച്ച് വീട്ടിലിരിക്കുന്ന അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുക. കാരണം ഈ 3 കാര്യങ്ങൾ ചോദിക്കാതെ നമ്മുടെ സ്വന്തം വാഹനത്തിൽ ആരും എന്ത് ചെയ്യുന്നില്ല, പ്രാക്ടീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് വരുന്നില്ല. അത് ഏതൊക്കെയാണ് ഈ 3 കാര്യങ്ങൾ എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കാണുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് വഴിയാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോക്ക് ലൈക്ക് തരാൻ മറക്കരുത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു, മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അതായത് ഈ 3 കാര്യങ്ങൾ ചോദിക്കാതെ, നമ്മുടെ കയ്യിൽ ലൈസൻസ് ഉണ്ട്, നമ്മുടെ വീട്ടിൽ വാഹനമുണ്ട്, പക്ഷെ ഈ 3 കാര്യങ്ങൾ ചോദിക്കാതെ ആരും നമ്മുടെ വണ്ടിയിൽ എന്ത് ചെയ്യുന്നില്ല, പ്രാക്ടീസിനായിട്ട് വരുന്നില്ല. പക്ഷെ ഈ 3 കാര്യം ഇതിനകത്ത് യാതൊരു ബന്ധവുമില്ല. അത് ഏതൊക്കെയാണ് ആ 3 കാര്യങ്ങൾ എന്ന് ചോദിച്ചാൽ, ആദ്യമേ നമ്മൾ ചോദിക്കും എത്ര നാളായി ലൈസൻസ് എടുത്തിട്ട്. ഇത് ചോദിക്കാതെ നമ്മുടെ വണ്ടിയിലോട്ട് ആരും എന്ത് ചെയ്യുന്നില്ല, പ്രാക്ടീസിനായിട്ട് വരുന്നില്ല. രണ്ടാമത് ചോദിക്കും നിങ്ങൾക്ക് എത്ര വയസ്സായി. ഇതും ചോദിക്കാതെ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ വാഹനത്തിലേക്ക് പ്രാക്ടീസ് ചെയ്യാൻ വരുന്നില്ല. പിന്നെ മൂന്നാമത് ചോദിക്കും നിങ്ങളുടെ കയ്യിരിക്കുന്ന വണ്ടി ഏതാണ്. ഇതും ചോദിക്കാതെ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ വണ്ടിയിലേക്ക് പ്രാക്ടീസിനായിട്ട് കടന്നു വരുന്നത്. ഈ 3 കാര്യം ഇതിനകത്ത് യാതൊരു ബന്ധമില്ല. അതിനകത്ത് തെളിയിക്കാതെ ഒന്നാമത് ചോദിക്കും എത്ര നാളായി ലൈസൻസ് എടുത്തിട്ട്. അതായത് 10 വർഷം മുമ്പ് ലൈസൻസ് എടുത്തു, ഇന്നലെ ലൈസൻസ് എടുത്തു. ഈ 2 പേരും ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറത്തില്ല. അപ്പൊ സെയിം അല്ല. അപ്പൊ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. രണ്ടാമത് ചോദിക്കും നിങ്ങൾക്ക് എത്ര വയസ്സായി. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം, നമ്മൾ തന്നെ നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നുണ്ട് 75-80 വയസ്സുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരും നമ്മുടെ അടുത്തൂടെ തന്നെ വണ്ടി കൊണ്ട് പോകുന്നതായിട്ട് കാണാം. അപ്പൊ പിന്നെ അവിടെ വയസ്സ് ചോദിക്കേണ്ട ഒരു കാര്യം ഇല്ല. മൂന്നാമത് ചോദിക്കും നിങ്ങളുടെ കയ്യിരിക്കുന്ന വാഹനം ഏതാണ്. നമ്മളിപ്പോ ഇന്ത്യയിൽ നോക്കിയാൽ തന്നെ, അല്ല പിന്നെ കേരളത്തിൽ നോക്കിയാൽ, അല്ല നമ്മൾ ഏത് ജില്ലയിലാകാം. നിങ്ങളിപ്പോ ഏത് ജില്ലക്കാരുമാണ് ഈ ഒരു വീഡിയോ കാണുന്നത്. അപ്പൊ നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾ എന്തായാലും ഒരു വാർഡിലാണ് താമസിക്കുന്നത്. അപ്പൊ നിങ്ങൾ താമസിക്കുന്ന ആ വാർഡിൽ എന്തായാലും ഒരു 10-300 വീട് എന്തായാലും ഉണ്ടാകും. ഈ 300 വീട്ടിൽ ഒരു 200 പേർക്കെങ്കിലും വാഹനവും ഉണ്ടാകും. ഈ 200 പേരും ഡ്രൈവിംഗ് പഠിച്ചത് ഒരേ ഷോറൂമിൽ നിന്ന്, ഒരേ കമ്പനിയുടെ ഒരേ കാറയിലല്ല അവർ ഡ്രൈവിംഗ് പഠിച്ചത്. പിന്നെ എന്തുകൊണ്ടാണ് ഈ 3 കാര്യങ്ങളും ചോദിക്കുന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഇതുപോലെ പ്രായമായെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ മടിപ്പിച്ചിരുത്തിയവരുണ്ട്. നിങ്ങൾ മടിച്ചിരിക്കുകയാണ്, നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് അതിയ ആഗ്രഹമാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ, നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ബന്ധപ്പെടാം. ഇതൊരു 1 ഡേ ട്രെയിനിങ് ക്ലാസ് ആണ്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു തരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് വരുന്ന ദിവസം നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും പറഞ്ഞ് നമ്മളെ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, നിർത്തിക്കോ, പ്രായം കൊണ്ടാ, 3-4 വർഷം പ്രാക്ടീസിനായിട്ട് പോയതല്ലേ, അപ്പൊ നിർത്തിക്കോ, പ്രായം കൊണ്ടാ എന്നൊക്കെ പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നു, നമുക്ക് ഡ്രൈവിംഗ് ഒരു പ്രായം ഒരു പ്രശ്നമല്ല. നമ്മുടെ ചുറ്റിനും നോക്കിയാൽ തന്നെ അറിയാം 80-85 വയസ്സുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരും വാഹനം ഓടിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഓടിച്ചുകൂടാ? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എന്റെ ജില്ല ഏതാണ്ട് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.